കൂട്ടുകാർക്കും മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് ഓഫ് പാർട്ട് എന്ന ഭാഗമാണ്. പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാർട്ടിന്റെ മറ്റൊരു പാർട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റിബൺ ഉണ്ടെന്ന് കരുതാം. ഞാനിത് അപ്പോൾ ഇവിടെ ഒരു റിബൺ ഉണ്ട്, ഇതൊരു റിബണാണെന്ന് കരുതാം. ഓക്കെ, ഈ റിബണിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ ഇവിടെ ഹാഫിൽ കട്ട് ചെയ്തു. ഓക്കെ, ഇത് ഹാഫാണെന്ന് കരുതാം. അപ്പോൾ കുറച്ചും കൂടേക്ക് മാറ്റി വരയ്ക്കാനുണ്ട്. യെസ്, ഓക്കെ, ഇത് ഹാഫ് ആണെന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഹാഫ് വരും, ഇവിടെയും ഹാഫ് വരും അല്ലെ. ടോട്ടൽ എത്രയാണ്? 1 മീറ്റർ റിബൺ ആണുള്ളത്. 1 മീറ്റർ റിബൺ ഉണ്ട്. ഇതിനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇവിടെ ഹാഫും വരുന്നു, ഇവിടെ ഹാഫ് വരുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? യെസ്, ഹാഫ് മീറ്റർ ആണ്. ഇത് ടോട്ടൽ 1 മീറ്റർ ആണ് വരുന്നത്. അതായത് ഹാഫ് മീറ്റർ വരും, ദാറ്റ് ഈസ് 50 സെന്റിമീറ്റർ അല്ലെ. യെസ്, ഇനി നമ്മൾ ഈ പാർട്ടിനെ, അതായത് ഇപ്പോൾ ടോട്ടൽ 1 മീറ്റർ ആയിരുന്നു ഈ റിബണ്, അതിൽ ഒരു പാർട്ടിനെ നമ്മൾ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിലെ ഈ ഒരു പാർട്ട് എത്രയാണ്? ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? ടോട്ടല് 1 മീറ്റർ റിബൺ ആയിരുന്നു, അതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി, അപ്പൊ ഹാഫ് മീറ്ററും കിട്ടി അല്ലെ. അതിലെ ഒരു പാർട്ടിനെ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ഇതിലെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ സ്മോൾ പാർട്ട് എത്രയായിരിക്കും? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആദ്യം നമുക്കറിയാം ടോട്ടൽ 1 മീറ്റർ, അതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി, അതിൽ 1/2 പാർട്ട് അല്ലെ, ഹാഫ് പാർട്ടാണത്. ഇതിനെ എന്ത് ചെയ്യുന്നു? 2 ഈക്വൽ പാർട്സ് ആക്കി വീണ്ടും ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 1/2നെ വീണ്ടും 2 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഇത് എത്രയാണ്? അത് ഹാഫിന്റെ പകുതി. ഹാഫിന്റെ പകുതി എത്രയാ വരിക? യെസ്, 1/4 അല്ലെ. യെസ്, അതായത് 1/4 ആണെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ ഈ 1 മീറ്ററിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തപ്പോൾ അതിലെ ഒരു പാർട്ട്, ഇവിടെ 2 പാർട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ഇപ്പുറത്തുള്ള ഇതിനെയും 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു എന്ന് കരുതാം. അപ്പൊ ടോട്ടൽ ഈക്വൽ പാർട്സ് എത്രയായി? 1 2 3 4 അല്ലെ. 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിൽ ഒരു പാർട്ട് എത്രയായി വരിക? 1/4 അല്ലെ. യെസ്, അതായത് 1/4 മീറ്റർ ആണ് ഓരോ പാർട്ടും വരുന്നത്. അപ്പോൾ എത്ര 1/4 ചേർന്ന് കഴിഞ്ഞാലാണ് 1 ആവുക? 4 1/4. ഇവിടെ നോക്കൂ, 1 2 3 4 4 1/4 ചേർന്നു. അങ്ങനെയെങ്കിൽ അതെന്തായി? 1 ആയി. അപ്പോൾ ഒരു 1 മീറ്റർ ലോങ് റിബണിനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോന്നും ഹാഫ് മീറ്റർ, 1/2 മീറ്റർ കിട്ടി അല്ലെ. ആ 1/2നെ നമ്മൾ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തപ്പോൾ അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1/4 ആണ് അല്ലെ. യെസ്, ഇനി മറ്റൊരു എക്സാമ്പിൾ. ഞാനിത് ഇവിടെ ഇങ്ങനെ ഒരു 1 മീറ്റർ റിബൺ തന്നെയാണ് കരുതുക. ഇതൊരു 1 മീറ്റർ റിബൺ തന്നെയാണ്. ഇതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു കരുതുക. 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു 1 മീറ്റർ ലോങ് റിബൺ ആണ്, അതിന് നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ പാർട്ടും എത്രയാണ് വരിക? 1/3 മീറ്റർ അല്ലെ. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഓരോന്നും എത്രയാ വരിക? 1/3 മീറ്റർ അല്ലെ. ഇത് 1/3 മീറ്റർ ആണ് വരിക. ഓരോന്നും അങ്ങനെ തന്നെ വരുന്നത്, കാരണം നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ ഒരു പാർട്ടിനെ വീണ്ടും അതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു കരുതാം. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. ഒരു 1 മീറ്റർ റിബണിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു പാർട്ടിനെ
വീണ്ടും അതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ അതിലെ ഒരു പാർട്ട് എത്രയാണ് വരിക? അതായത് 1 മീറ്റർ ലോങ് റിബൺ ആയിരുന്നു, അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു അല്ലെ. 1 2 3, അതായത് ഓരോന്നും 1/3 വന്നു. ഇതിലെ ഒരു പാർട്ടിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ ഇങ്ങനെ 2 ഈക്വൽ പാർട്സ് ആക്കി, ഇവിടെ ഒരു പാർട്ടും ഇവിടെ ഒരു പാർട്ടും. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പാർട്ട് എത്രയാണ് വരിക അല്ലെ? യെസ്, അതായത് 1/3 ആയിരുന്നു ഇത് ഉണ്ടായിരുന്ന ടോട്ടല്, അതിന്റെ ഹാഫ് പാർട്ടാണ് വരിക അല്ലെ. ഇത് ടോട്ടൽ എത്രയാ വരുന്നത്? 1/3 ആണ്. ആ 1/3 പാർട്ടിനെ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ഓരോ പാർട്ടും എത്രയാണ് വരുന്നത്? ഇതിലെ ഒരു പാർട്ട് എത്രയാണ് വരുന്നത്? എത്ര കണ്ടുപിടിക്കുക? അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/3 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അല്ലെ. 1/3 ആയിരുന്നു, 1/3. അതിനെ എന്ത് ചെയ്തു? നമ്മൾ 1/3നെ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അതായത് 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത്, അപ്പോൾ ഒരു എണ്ണം ഇവിടെയുണ്ട്, ഒരെണ്ണം ഇവിടെയുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ 2 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ടിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതെന്താണ്? ഈ 1/3യുടെ പകുതിയാണ് ഒരെണ്ണം വരുന്നത്, ഹാഫ് ആണ് വരുന്നത്. മനസ്സിലല്ലേ? ഇതിലുള്ള ഓരോന്നും എന്താ വരുന്നത്? ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്, ഈ ടോട്ടൽ 1/3 ആണ്. ഈ 1/3യെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു, 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഓരോ പാർട്ടും എത്ര വരിക? ഈ 1/3യുടെ ഹാഫ് ആണ് വരിക. ഇവിടെയും 1/3യുടെ ഹാഫ് ഇതും വരും അല്ലെ. അപ്പൊ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് 1/3 അല്ലെ. 1/3യുടെ പകുതിയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 1/3 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1/2 ഓഫ് 1/3 അല്ലെ. ഹാഫ് ഓഫ് 1/3, 1/3യുടെ ഹാഫ് ആണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/3യുടെ ഹാഫ്, ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 1/3. ഹാഫ് ഓഫ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇതിനെ നമുക്ക് ഓഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇൻറ്റു ഇടാം അല്ലെ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1/3. ഗോട്ട് ഇറ്റ്? ഇപ്പൊ നമുക്ക് എന്ത് വന്നു? ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ വന്നു അല്ലെ. യെസ്, എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ ഒരു ഹോൾ നമ്പറും പിന്നെയോ ഒരു ഫ്രാക്ഷനും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ തൊട്ട് മുമ്പുള്ള പാട്ട് കണ്ടു കഴിഞ്ഞാൽ മതി. അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഹോൾ നമ്പറും ഫ്രാക്ഷനും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ദാറ്റ് മീൻസ് 2 ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ചെയ്യേണ്ടത് എങ്ങനെയാണ്? 1/2 ഇൻറ്റു 1/3. ഇതിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്കറിയാം. 1/2ലെ ന്യൂമറേറ്റർ എന്താണ്? 1 ആണ് വരുന്നത്. 2 ഡിനോമിനേറ്ററും 1/3ലെ ന്യൂമറേറ്റർ 1ഉം 3 ഡിനോമിനേറ്ററും ആണ് വരുന്നത്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ആണ് വരിക. എന്താണ്? രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ചെയ്യാം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. ദാറ്റ് ഈസ് ഇവിടെ ഏതൊക്കെയാണ് ന്യൂമറേറ്റർ വരുന്നത്? 1, ഇവിടെയും 1 ആണ് വരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 2 ഇൻറ്റു 3 ആണ് വരുന്നത്. 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ 2 ഇൻറ്റു 3 6. Got it? അപ്പോൾ ഇവിടെയുള്ള ഒരു ഈ സ്മോൾ പാർട്ടിന്റെ ലെങ്ത് എത്രയാ വരുന്നത്? 1/6 മീറ്റർ ആണ് വരിക. എത്രയാ വരിക? 1/6 മീറ്റർ. Got it? അപ്പോൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ചെയ്താൽ മതി അല്ലെ. 1/6 ആണ്. ഇനി നമുക്ക് ഇത് മറ്റൊരു രൂപത്തിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 1/6 ശരിയാണോ നോക്കാം അല്ലെ.
ഇതിൽ നമ്മൾ ആദ്യം എന്തായിരുന്നു 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റിബൺ ആയിരുന്നു, അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു അല്ലെ. അതിൽ ഒരു പാർട്ടിനെ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി. ഇവിടെ നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിനെയും 2 ഈക്വൽ പാർട്സ് ആക്കാം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു, അപ്പൊ ഇതും 2 ഈക്വൽ പാർട്സ് ആയി. ഇതാ ഇവിടെയുള്ള ഈ പീസിനെ നമ്മൾ എന്ത് ചെയ്യുക, 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. കണ്ടോ? ഇപ്പൊ എന്ത് ചെയ്തു, ആദ്യം ഉണ്ടായിരുന്ന 3 പാർട്സിന് നമ്മൾ വീണ്ടും ഈക്വൽ 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇപ്പൊ അതിൽ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 1 2 3 4 5 6 ഈക്വൽ പാർട്സ് ഉണ്ട് അല്ലേ? യെസ്, ഇത് 6 ഈക്വൽ പാർട്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിലെ ഓരോന്നും എത്രയാണ് വരിക? ഓരോ ചെറിയ ഈ പോർഷന്റെയും ലെങ്ത് എത്ര വരിക? ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 6. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 അല്ലെ? ഓരോന്നും വരുന്നതാണ്. ഇതെന്താണ് എത്ര വരിക? 1/6. ഇതെന്താ വരുന്നത്? 1/6 മീറ്റർ, 1/6 മീറ്റർ, 1/6 മീറ്റർ അല്ലെ? നമുക്ക് നേരത്തെ കിട്ടിയതും എന്ത് തന്നെയാണ്? 1/6 മീറ്റർ. അപ്പൊ എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കിട്ടുക? ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു 1 മീറ്റർ റിബൺ ആയിരുന്നു അല്ലെ? ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. 1 മീറ്റർ റിബൺ ആയിരുന്നു അല്ലെ? 1 മീറ്റർ റിബൺ. ഇതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു അല്ലെ? ഇവിടെ എന്ത് വരുന്നു? 1/2. ഇവിടെയും 1/2. 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അതിലെ ഒരു പാർട്ടിനെ, അതായത് ഈ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിലെ ഒരു പാർട്ടിന്റെ ലെങ്ത് എത്ര? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അതായത് 1 മീറ്റർ ലോങ് റിബൺ, അതിന്റെ പകുതി 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് എത്ര വരുന്നത്? 1/2 ആണ്. അത് ടോട്ടൽ വരും 1/2 ആണ് അല്ലെ? അതിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റും. ദാറ്റ് ഈസ് ഒരെണ്ണം എത്ര വരിക? ഹാഫ് ആണ് വരിക. എന്തിന്റെ ഹാഫ് ആണ് വരിക? ഹാഫ് മീറ്ററിന്റെ ഹാഫ് ആണ് വരിക. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഹാഫ് ഓഫ് ഹാഫ്. അതെങ്ങനെ എഴുതിയത്? ഇതെങ്ങനെയാ ഹാഫ് ഓഫ് ഹാഫ് എന്ന് എഴുതിയത്? നോക്കാം നമുക്ക്. ഇവിടെ 1 മീറ്റർ റിബൺ ആയിരുന്നു അല്ലെ? അതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അതായത് ഓരോന്ന് എത്ര വരും? ഇത് ഹാഫ് വരും, ഇപ്പുറത്തുള്ളതും ഹാഫ് വരും. ഇതിലുള്ള ഒരു ഹാഫിനെ വീണ്ടും ഹാഫ് ആക്കി മാറ്റി. ദാറ്റ് ഈസ് 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അതിലെ ഒരെണ്ണം എന്താ വരിക? ഇതിന്റെ ടോട്ടലിന്റെ ഹാഫല്ലേ വരിക? യെസ്. അങ്ങനെയെങ്കിൽ ഇത് എത്രയാ ടോട്ടൽ വരുന്നത്? ഹാഫ് മീറ്റർ. അതിന്റെ ഹാഫ് ആണ് ഈ ഒരു ചെറിയ പീസ് എന്ന് പറയുന്നത്. ഇതിന്റെ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നത്? ഹാഫ് മീറ്റർ ആണ്. അപ്പോൾ ഇതിലെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് മീറ്ററിന്റെ ഹാഫ് വരും. ദാറ്റ് ഈസ് 1/2 ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 1/2 ഇൻറ്റു 1/2. വാട്ട് ഇറ്റ്? ഓഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇൻറ്റു കൊടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ എന്തായി? രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എങ്ങനെ വരും? യെസ്, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ അല്ലെ? യെസ്. അപ്പൊ എങ്ങനെ വരും? ഇവിടെ 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ വരുന്നത്? 2 ഇൻറ്റു, രണ്ടിടത്തും 2 ആണ്. 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 ഇൻറ്റു 2 4. ദാറ്റ് ഈസ് ഒരു പീസിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? 1/4 മീറ്റർ. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത്? യെസ്, 1/4 മീറ്റർ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതിന് ന്യൂമറേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ചെയ്യാം. ഗോട്ട് ഇറ്റ്? അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ ഞാനിത് അവിടെ ഒരു 1/5 ഇൻറ്റു 1/2 ഇതെങ്ങനെ ചെയ്യും? 1/5 ഇൻറ്റു 1/2 ഈക്വൽ ടു യെസ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2. 5 ഇൻറ്റു 2 ഈക്വൽ എന്ത് വരും? 1/5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10. 1/10. ഓക്കെ. അനദർ എക്സാമ്പിൾ 2/3 ഇൻറ്റു 5/3. 2/3 ഇൻറ്റു 5/3 എങ്ങനെ ചെയ്യാം? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ദാറ്റ് ഈസ് 2 ഇൻറ്റു 5
2 into 5 divided by 3 into 3. 3 into 3. Denominator രണ്ടും സെയിം ആയിട്ടാണ് വന്നത്. That is 3 into 3. സികളുടെ എങ്ങനെ വരും? 2 into 5 എന്ന് പറഞ്ഞാൽ 10/9. 10/9. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? യെസ്, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വൽ ടു എങ്ങനെ വരും? 1/9 അല്ലേ? 9 into 1 9 plus 1 10. 10/9 ആണ്. ദാറ്റ് ഈസ് 1/9 എന്നുള്ളത്. ഓക്കെ, അനദർ എക്സാമ്പിൾ 7/3 into 7/2. 7/3 into 7/2. ഇവിടെ ന്യൂമറേറ്റർ രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ? ദാറ്റ് ഈസ് 7 into 7 divided by 3 into 2. ഓക്കെ, 3യും 2 ആണ് വരുന്നത്. ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 3 into 2. സികൾ എങ്ങനെ വരും? 7 into 7 49 divided by 3 into 2 6. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ? യെസ്, അപ്പൊ എങ്ങനെ വരിക? 8 1/6. 6 into 8 48 plus 1 49. ഓക്കെ, യെസ്. അപ്പൊ അനദർ എക്സാമ്പിൾ 5 into 5/2 into 10/3. 5/2 into 10/3. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 10. 5 into 10 divided by 2 into 3 എന്താണ്? 2 into 3 അല്ലേ? ഡിനോമിനേറ്റർ 2 ഉം 3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2 into 3. 5 into 10 എന്ന് പറഞ്ഞാൽ 50 by 2 into 3 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 50/6. ഇതിനെ നമുക്ക് ഈ ടേമിന്റെ അല്ലെങ്കിൽ ഈ ഫ്രാക്ഷന് ലോവസ്റ്റ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെ? രണ്ടിലും കോമൺ ആയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 50/2 എന്ത് വരും? 25 ഡിവൈഡഡ് ബൈ 6/2 എന്ന് പറഞ്ഞാൽ 3. യെസ്, അപ്പോൾ ഇതിനെ 25/3 ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാ? 8 into 3 24 ആണ്. 8 1/3. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ രണ്ട് ഫ്രാക്ഷൻസിന്റെ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇപ്പൊ പഠിച്ചത്. ഇതുപോലെ കൂട്ടുകാർക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ബോർഡിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഈ ഫ്രാക്ഷൻസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, ആൻസർ കിട്ടുന്നുണ്ടോ എന്നറിയാലോ. അപ്പൊ ഇനി നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. പേജ് നമ്പർ 35 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? A string of length 1 meter is cut into 5 equal parts. What is the length of half of one such piece? How many centimeters? എന്താ പറഞ്ഞിരിക്കുന്നത്? A string of length 1 meter. ഒരു സ്ട്രിംഗ് ഉണ്ട്, അതിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. Is cut into 5 equal parts. എത്രയാണ്? 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്തു. അതായത് ഒരു ലോങ് സ്ട്രിംഗ് ഉണ്ട് അല്ലെ? യെസ്, ലെങ്ത്, ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ഇതിനെ 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സച്ച് പീസ്? അങ്ങനെയെങ്കിൽ 5 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു. 1 2 3 4 5 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ്? എന്ന് വെച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ്? ഒരു പീസിന്റെ ലെങ്ത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയായിരുന്നു അല്ലെ? 1 മീറ്റർ ആണ് ഉണ്ടായിരുന്നത്. അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും എത്രയാ വരിക? 1/5 അല്ലെ? ഇത് 1/5 1/5 1/5 എല്ലാം 1/5 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പീസിന്റെ ലെങ്ത് അല്ല ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ് അല്ലെ? യെസ്, ലെങ്ത് ഓഫ് 1 പീസ് ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? ലെങ്ത് ഓഫ് 1 പീസ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് 1 പീസ് ഇസ് ഈക്വൽ ടു
1/5 മീറ്റർ ആണ് അല്ലേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ലോങ് സ്ട്രിങ് ആയിരുന്നു. 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ലോങ് സ്ട്രിങ്. അതിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ദാറ്റ് ഈസ് 1 2 3 4 5 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓരോന്നും എത്ര വരിക? 1/5 മീറ്റർ ആണ് വരിക. അങ്ങനെയെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്തു? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് വൺ സച്ച് പീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ ഒരു പീസിന്റെ ഹാഫ് എത്രയാണ് എന്നാണ് ചോദിച്ചത് അല്ലെ? അപ്പൊ നമുക്കറിയാം ലെങ്ത് ഓഫ് വൺ പീസ് ഇസ് ഈക്വൽ ടു 1/5 മീറ്റർ. Therefore half of one piece is equal to എങ്ങനെ വരും? 1/2 of 1/5 അല്ലേ? യെസ്, 1/2 of 1/5. അതായത് ഇത് എത്ര വരുന്നത്? ഒരു പീസ് എത്ര വരുന്നത്? 1/5 മീറ്റർ ആണ്. അതിന്റെ ഹാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് half of 1/2 of 1/5. ഇതെങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 1/2 into 1/5. എങ്ങനെയാ രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് 1 into 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എന്താ വരുന്നത്? 2 into 5, ദാറ്റ് ഈസ് 2 into 5 സിക്കൽ എന്ത് വരും? 1 into 1 എന്ന് പറഞ്ഞാൽ 1, 2 into 5 എന്ന് പറഞ്ഞാൽ 10, ദാറ്റ് ഈസ് 1/10 മീറ്റർ. അപ്പോൾ ഹാഫ് ഓഫ് വൺ പീസ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 1/5 മീറ്റർ ആണ്. ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ്? ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? എത്ര സെന്റിമീറ്റർ ആണ് വരുന്നത് എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, 1/5 മീറ്റർ ആണ്. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? യെസ്, 100 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പോൾ സെന്റിമീറ്ററിൽ എങ്ങനെ എഴുതാൻ പറ്റും? 1/10 മീറ്ററിനെ 1/10 into 100. ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്, 1 into 100, ദാറ്റ് ഈസ് 100/10. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു ഹോൾ നമ്പറിന് ഒരു ഫ്രാക്ഷൻ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1 into 100, 100, 100/10. 100/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10, ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. What is? അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? 10 സെന്റിമീറ്റർ. What is the length of half of one piece? 1/10 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.